നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരളത്തിലെ വിവിധ കോളേജുകളിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങളും SFI പ്രവർത്തകരുടെ ചില പ്രവർത്തികളും വലിയ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഈ ഒരു നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് SFIയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നേതൃത്വത്തിന് തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി സാമ്പത്തിക ക്രമക്കേടുകളും അനാവശ്യ സംഘർഷങ്ങളും ഉണ്ടായതോടെയാണ് നടപടി. നിരന്തരമുള്ള സംഘർഷങ്ങളിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിലും പരാതി ഉയർന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഉൾപ്പെടുത്തി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനം. അതേസമയം യൂണിറ്റ് പിരിച്ചുവിട്ടിട്ടില്ല എന്ന വിചിത്രവാദവുമായി യൂണിവേഴ്സിറ്റി കോളേജ് SFI കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട്. സംഘർഷങ്ങളുടെ പേരിൽ തുടർച്ചയായി യൂണിവേഴ്സിറ്റി കോളേജ് പ്രതിക്കൂട്ടിലായിരുന്നു. നിരന്തര സംഘർഷങ്ങളുടെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിനെതിരെ പലതവണ വിമർശനം ഉയർന്നിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് പലതവണ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളടക്കം നിലനിന്നിരുന്നു. പരാതികൾ ഏറിയതോടെയാണ് കടുത്ത നടപടികളിലേക്ക് കടന്നത്. യൂണിറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങളിൽ അന്വേഷണം നടത്താനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ കോളേജിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് അഡ്ഹോക് കമ്മിറ്റിയും രൂപീകരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഉൾപ്പെടുത്തിയാണ് പുതിയ അഡ്ഹോക് കമ്മിറ്റി. യൂണിവേഴ്സിറ്റി കോളേജിൽ തുടർച്ചയായി ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനയ്ക്കെതിരെ വിമർശനം ശക്തമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ SFIയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിച്ചുവെന്ന വിലയിരുത്തലാണ് ജില്ലാ നേതൃത്വം. പാർട്ടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ അഴിച്ചുപണിക്ക് നേതൃത്വം തയ്യാറായതായും അറിയുന്നു. ഹോസ്റ്റലിലെ അനധികൃത താമസവുമായി ബന്ധപ്പെട്ട് SFI നേതാക്കൾ തമ്മിലുണ്ടായ സംഘർഷവും നടപടിക്ക് കാരണമായി. പ്രശ്നം പരിഹരിക്കാനെത്തിയ ജില്ലാ നേതാവിനെ യൂണിറ്റ് ഭാരവാഹികൾ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. ഇതിനു പുറമെ കോളേജിലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ 4 SFI നേതാക്കളെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യം തേടി തിരിച്ചെത്തിയ പ്രതികൾക്ക് ക്യാമ്പസിൽ സ്വീകരണം നൽകിയതായും നേതൃത്വത്തെ കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യം നേടി തിരിച്ചെത്തിയ പ്രതികൾക്ക് ക്യാമ്പസിൽ സ്വീകരണം നൽകിയതും നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലും 1-ാം വർഷ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടും SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. പൊതുവായ പല ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ചില കോളേജുകളിൽ SFI പ്രവർത്തകർക്കെതിരെ മർദ്ദനം, ഭീഷണികൾ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടൽ തുടങ്ങിയ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനയുടെ പ്രതിച്ഛായ മോശമാക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ SFI നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിൽ കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണം നടത്തുന്നു എന്നാരോപിച്ച് ഗവർണർക്കെതിരെ SFI ശക്തമായ സമരങ്ങൾ നടത്തിവരികയാണ്. ഭാരത് മാതാ ചിത്രമായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ വിവാദമായത്. കേരള സർവകലാശാലയിലെ ഒരു ചടങ്ങിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ കാവ്യ പതാകയേന്തിയ ഭാരത് മാതാ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ 2025 ജൂലൈയിൽ വ്യാപക പ്രതിഷേധം നടന്നു. VC നിയമനങ്ങൾ ഗവർണർ നിയമിച്ച താൽക്കാലിക വൈസ് ചാൻസലർമാരെ അംഗീകരിക്കില്ലെന്ന് SFI പ്രഖ്യാപിച്ചു. കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മലിനെതിരെ വലിയ തോതിലുള്ള സമരങ്ങൾ നടന്നു. ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന സെക്രട്ടറി PS സജീവ് ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിക്രമ ആരോപണങ്ങളും എറണാകുളം ജില്ലാ കോടതിയിൽ അഭിഭാഷകരുമായി ഉണ്ടായ സംഘർഷം, ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയത് തുടങ്ങിയവ മുൻപ് വലിയ ചർച്ചയായിരുന്നു. ജാതി അധിക്ഷേപത്തിനെതിരെയുള്ള സമരം കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വകുപ്പ് മേധാവി ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ചും 2025 നവംബറിൽ SFI സമരം നടത്തിയിരുന്നു. ഈ വിഷയങ്ങൾ SFI കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ആഭ്യന്തര തിരുത്തൽ നടപടികൾക്കും വഴിതെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിലും കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്കെതിരെ 30 കേസുകളും ജില്ലാ പ്രസിഡന്റിനെതിരെ 23 കേസുകളുമാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്.
വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ വഴങ്ങിയതോടെ എന്തിനായിരുന്നു ഈ സമരങ്ങളെന്ന ചോദ്യമാണ് ബാക്കിയായത്. വൈസ് ചാൻസലർക്കെതിരെയും ഗവർണർക്കെതിരെയും സർവകലാശാലയിൽ നടത്തിയ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും സംസ്ഥാന ഭാരവാഹികളും അടക്കം 26 പേർ ജയിൽവാസം അനുഭവിച്ചു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെ വാഹനത്തിൽ 2 മണിക്കൂറോളം തടഞ്ഞിട്ട സംഭവത്തിലാണ് കന്റോൺമെന്റ് പോലീസ് അവസാനത്തെ കേസെടുത്തത്. ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തപ്പോൾ ആദ്യം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അംഗീകരിച്ചില്ല. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് മടങ്ങിയ ശേഷം തുടർന്ന സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. ഈ യോഗത്തിന് സാധുതയില്ലെന്നും വൈസ് ചാൻസലർ നിലപാടെടുത്തപ്പോഴും രജിസ്ട്രാറെ സർവകലാശാലയിൽ എത്തിച്ചത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിരുന്നു. ഒരേ സമയം 2 രജിസ്ട്രാർമാർ എന്ന പ്രശ്നവും ഇത് സൃഷ്ടിച്ചു. എന്നാൽ രജിസ്ട്രാർ ഇൻ ചാർജ് മിനി കാപ്പൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം R രശ്മിയുടെ നിയമനം സിൻഡിക്കേറ്റ് അംഗീകരിച്ചതോടെ ഫലത്തിൽ അനിൽകുമാറിനെ തിരിച്ചെടുത്തുവെന്ന സ്വന്തം വാദമാണ് ഇടതംഗങ്ങൾക്ക് വിഴുങ്ങേണ്ടി വന്നത്. ഇതോടെ അനിൽകുമാർ സർവകലാശാലയിൽ എത്താതെയായി. അനിൽകുമാറിനെ രജിസ്ട്രാറായി നിയമിച്ചതിലും അസംതൃപ്തിയുള്ള ചില ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്ന ആക്ഷേപമുണ്ട്. രജിസ്ട്രാറായി അനിൽകുമാറിന് ആദ്യം നിയമനം നൽകിയ ഘട്ടത്തിൽ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ഒരാളെ ഈ തസ്തികയിലേക്ക് കൊണ്ടുവരാനും ചിലർ ചരട് വലിച്ചിരുന്നു. ഏതായാലും ഈ വിവാദങ്ങളിലെല്ലാം തന്നെ SFI വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. പലർക്കെതിരെയും കേസുകളും ഫയൽ ചെയ്തിട്ടുണ്ട്. മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലുണ്ടായിരുന്ന വേളകളിലും വലിയ രീതിയിലുള്ള തെരുവിലിറങ്ങിയുള്ള സംഘർഷങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഗവർണറെ പലപ്പോഴും SFI തെരുവിൽ നേർക്കുനേർ ഏറ്റുമുട്ടി. പലയിടങ്ങളിലും തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി SFIയോട് കയർക്കുന്ന ഗവർണറെയും കേരളം കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിലാണ് വലിയ രീതിയിൽ തന്നെ ഒരു SFI ആക്രമണം കേരളത്തിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ നടപടിയിൽ മറ്റുള്ള മുതിർന്ന നേതാക്കളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല.